25 സ്ത്രീകളുടെ സിന്ദൂരം മാച്ചതിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആവിഷ്കരിച്ചു. ആ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ നിരവധി പ്രമുഖ വ്യക്തികളെ കണ്ടു. ഇപ്പോഴിതാ വലിയ ചർച്ചയായിരിക്കുന്നത് പഞ്ചാബിലെ അതിർത്തി ജില്ലയായ ഫിറോസ്പൂരിൽ ഉള്ള ഒരു ഗ്രാമം, താരാവാലി ഗ്രാമം, ഒരു അതിർത്തി ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ ഒരു കൊച്ചു കുട്ടിയാണ്, ശ്രാവൺ എന്നു പേരുള്ള ഒരു ബാലകൻ എന്ന് തന്നെ പറയാം. ഈ കുട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരിക്കുകയാണ്. എന്താണ് സാർ ശ്രാവണിൻ്റെ പ്രത്യേകതകൾ? ഈ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാർക്കൊരു വലിയ പിന്തുണയുമായി എത്തിയ ഒരു പയ്യനാണ് ശ്രാവൺ, അല്ലേ? അവൻ ചെയ്തത് പ്രായം കുറഞ്ഞ സിവിലിയൻ യോദ്ധാവ്, അതെ എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ഇവർ പറയുന്നത്. പ്രായം കുറഞ്ഞ സിവിലിയൻ യോദ്ധാവ് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് മേജർ ജനറലെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചെയ്തത് താരാവാലിയിലെ വയലിൽ നിൽക്കുന്ന സൈനികർക്ക് എല്ലാ ദിവസവും ശ്രാവൺ കുടിവെള്ളം എത്തിക്കും. കൊടും ചൂടിൽ നൽകിയ ആശ്വാസം വളരെ വലുതാണ്. ഇത്രയും വലിയ ഇതായിട്ട് നിൽക്കുന്ന, പിന്നെ അവർക്ക് വേണ്ടതായ അവർക്ക് ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരെ എത്തിച്ചു കൊടുത്തു. കുട്ടി ഈ ശ്രാവണിൻ്റെ അച്ഛൻ പറയുന്നത് ഞങ്ങളുടെ ആരുടെയും അനുമതിയോടെ ഒന്നുമല്ല, അല്ലാതെ സ്വയം ചെയ്തതാണ്. അപ്പം ഈ 10 വയസ്സുകാരന് അവനും രാജ്യസ്നേഹിയാണ്. നമ്മുടെ രാജ്യത്തിന് ഏറ്റ ചെറിയ ആ ക്ഷതമുണ്ടല്ലോ അവൻ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ രാഹുൽ ഗാന്ധി ഈ പയ്യനെ കണ്ടുപഠിക്കണം. അതെ, കണ്ടുപഠിക്കുകയല്ല, അവൻ്റെ പാദം കഴുകി കുടിക്കണം. എന്നാലെങ്കിലും ആ ചെറിയ ഗുണമെങ്കിലും കിട്ടട്ടെ. ഇനി എവിടെ കിട്ടാൻ? 7-ൽ തിരിയാത്തവന് 70-ൽ തിരിയും. അതൊരു നല്ല വയസ്സ് എത്ര? 10-56 ആയില്ലേ? അതെ അതെ. ഇപ്പോഴും ഒരു 54 വരും. എന്തായാലും 50-ന് മുകളിൽ. ഇപ്പോഴും യുവത്വം വിട്ടുമാറിയിട്ടില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ വിലസി നടക്കുകയാണ്. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അതിങ്ങനെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അതെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ വലിയൊരു മാതൃകയാണ്. ഈ കുട്ടി ഒരു അത്ഭുതമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. കാരണം ഒരു ഭയവും ഇല്ലാതെ, ഈ അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനാണ്, അവിടെ നിന്ന് ഏത് നിമിഷവും ഷെല്ലോ വെടിയുണ്ടകളോ ഒക്കെ വരാം. പക്ഷെ ഈ കുട്ടി ഒരു ഭയവും ഇല്ലാതെ ഈ പട്ടാളക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നു, അവർക്ക് കുടിവെള്ളം എത്തിക്കുന്നു എന്നാണ് പുറത്തു വന്ന വാർത്ത. അത് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് വെള്ളം, ലസ്സി, പിന്നെ ഐസ്ക്രീം ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കുമെന്നാണ് പറയുന്നത്. കാരണം അത് ഈ പട്ടാളക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദിവസവും ഇങ്ങനെ ഒരു ബാലൻ കൊണ്ടുവന്ന് ഇതെല്ലാം തരുന്നത് ആരുടെയെങ്കിലും ഒരു പ്രചോദനത്തിലാണോ? ഒരു പ്രചോദനവുമല്ല. അവന് തോന്നിയ കാര്യം സ്വമേധ തോന്നിയ കാര്യം അവൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സിന്ദൂറിലെ ഏറ്റവും വലിയൊരു പോരാളിയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ശ്രാവണാണ്. അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. എന്നുവെച്ചാൽ ഈ അണ്ണാൻകുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ. മാത്രമല്ല ഈ കുട്ടി പറയുന്നത് വലുതാവുമ്പോൾ ഞാൻ സൈന്യത്തിൽ ചേരും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഈ അതിർത്തിയിൽ കഴിയുന്ന പട്ടാളക്കാർക്ക് ഭക്ഷണത്തിനോ ഒന്നും ക്ഷാമമില്ല. അതൊക്കെ നമ്മുടെ സേനയിൽ നിന്ന് തന്നെ എത്തുന്നുണ്ട്. പക്ഷേ എന്നെ കഴിയുന്ന തരത്തിൽ ഞാനും അതിലൊരു പങ്കാളിയാകുന്നു. ആ മനോഭാവമാണ് അവിടെ, മനസ്സാണ് വലുത്. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ശശി തരൂരിനെ വിമർശിക്കുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരും ഈ ബാലൻ്റെ ഈ ചെയ്ത ഈ സന്മനസ് വായിച്ചറിയണം. അതെ, കോൺഗ്രസ്സുകാർ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ? അതെ, ശശി തരൂർ ഇതെല്ലാം യാത്രയെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ വരുമ്പോൾ വെട്ടാനായിട്ട് നിൽക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ഒന്ന് ആലോചിച്ച് നോക്ക്. തരൂർ അവിടെ പോയി എത്ര ദേശസ്നേഹത്തോടു കൂടിയാണ്. അല്ലാതെ ഞാൻ ഇവിടുത്തെ മോദിയുടെ ഫാസിസത്തെ എതിർക്കുന്നവനാണ്, ഭരണകൂട ഭീകരത എതിർക്കുന്നവനാണ് എന്നൊന്നും പറയുന്നില്ല, അല്ലേ? അത് തരൂരിനറിയാം എവിടെയാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രീയം വേറെ, ദേശസ്നേഹം വേറെ. ദേശസ്നേഹത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കേണ്ട. അതെ, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനവും
ഏതെങ്കിലും ഒരു കക്ഷി, ഒരു പാർട്ടിയുടെ നയങ്ങളുമായിട്ട് കൊമ്പ് കോർക്കേണ്ട കാര്യമില്ല. അതാണ് തരൂരിൻ്റെ ലൈൻ. ഈ രാഷ്ട്രം ഉണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ. അത് തരൂരിനെ അറിയാം. തരൂരിന് ഇവിടുത്തെ ഈ പരമ്പര തരൂര് മാത്രമല്ല, OIC നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് OIC, അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് പോലും ഈ സഖ്യത്തിൻ്റെ കൂടെ ചേരുകയും രാജ്യത്തിൻ്റെ വിശാല താല്പര്യമാണ്, അത് സംരക്ഷിക്കാനുള്ള കടമ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ ഊണിലും ഉറക്കത്തിലും എതിർക്കുന്ന ആളാണ് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് പോലും അത് CPM-ഉം ജോൺ ബ്രിട്ടാസും പക്ഷേ സർവാത്മന സഹകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. E.T. മുഹമ്മദ് ബഷീർ, മുസ്ലിം ലീഗിന്റെ E.T. മുഹമ്മദ് ബഷീർ, OIC എപ്പോഴും മോദിയെയും അമിത്ഷായെയും ഒക്കെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആ OIC ഇന്നിപ്പോൾ ഞാൻ മറ്റു ചില നേതാക്കളും ഒക്കെ പുതുതായിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഇതുമായി വന്നിട്ടുണ്ട്. ചില കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ചിലരൊക്കെ തരൂരിനെ പോലെ, തരൂരിൻ്റെ മാർഗം പിന്തുടർന്ന് സൽമാൻ ഖുർഷിദിനെ പോലെയുള്ള ആൾക്കാർ, നേരത്തെ കോൺഗ്രസ് വിട്ടുപോയ ഗുലാം നബി ആസാദ് ഒക്കെ ഈ തരത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാനായിട്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം പ്രചോദനമാണ് ഈ ഒരു ബാലൻ, പിഞ്ചു ബാലൻ, വെറും 10 വയസ്സുള്ള ശ്രാവൺ. അത് കോൺഗ്രസ്സുകാരപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലനെ കുറിച്ച് കൂടുതൽ അറിയണം അവർ. ഈ കോൺഗ്രസ്സുകാരെന്നുള്ളതിനേക്കാളും സാറേ, കേന്ദ്രത്തിൽ രാഹുലും കേരളത്തിൽ ഈ കോൺഗ്രസിന് വേണ്ടി ചാനലുകളിൽ പോയിരുന്ന് വായ്ത്താരി ഇടുന്ന ചില ആൾക്കാരുണ്ട്. അവരുമാണ് ഈ ബാലന്റെ രാജ്യസ്നേഹം എന്താണെന്നും സൈന്യത്തിനോടുള്ള അവന്റെ മനോഭാവം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. അതും അതിർത്തി ഗ്രാമത്തിൽ, ഏത് സമയവും വെടിയുണ്ട ചീറിപ്പാഞ്ഞു വരാം. അപ്പോൾ അവിടെയാണ് ഈ ബാലൻ ഇവരോടുള്ള ആ ഒരു സ്നേഹം കാണിച്ചത്. സ്വന്തം രാജ്യത്തെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാനും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാഠപുസ്തകങ്ങളിൽ തന്നെ വരേണ്ടതാണ്, കൂട്ടിച്ചേർക്കേണ്ടത്. അതെ, ഇപ്പം സിന്ദൂർ എൻ്റെ കാര്യങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ എത്തിക്കണമെന്ന് ഇടയ്ക്കൊരു വാർത്ത ഞാൻ കണ്ടു. കൂട്ടത്തിനകത്ത് വരേണ്ടതാണ് ഈ ബാലൻ്റെ കാര്യവും. കാരണം നമ്മൾ ഈ താഴ്ന്ന ക്ലാസ്, സമയം കൗതുകവും അഭിമാനം നൽകുന്നതും നമ്മളെ പ്രചോദിപ്പിക്കുന്നതുമായ ഒരു വാർത്ത. ഈ താഴ്ന്ന ക്ലാസ്സുകളിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്കും എനിക്കും അങ്ങനെ രാജ്യസ്നേഹിയായി മാറണം എന്നുള്ളൊരു തോന്നൽ അവനിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ കുട്ടികൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ കേട്ടുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയായിട്ട് ചിലപ്പോൾ മാറിയെന്നിരിക്കും. അതായത് ഇപ്പോൾ തരൂരിന് ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് സമയം വൈകിട്ടില്ല, ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും വിശദീകരിക്കാം ഇതിനെക്കുറിച്ചൊക്കെ തന്നെ. കാരണം ഇപ്പോഴും ഇന്ത്യയിൽ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ കോൺഗ്രസിനകത്തുള്ള, അവരെ തിരുത്താനാണ് രാഹുൽ തയ്യാറെടുക്കേണ്ടത്. ഇതുകൊണ്ട് എന്ത് പറ്റി? രാഹുലിന്റെ ഗ്രാഫ് മൊത്തത്തിൽ താഴേക്ക് പോയി, കുത്തനെ താഴേക്ക് വീണു. അതേസമയം തരൂരിനെ പോലെയുള്ളവരുടെ ഗ്രാഫ് കുത്തനെ ഉയരുകയും ചെയ്തു. തരൂരിന്റെ ഗ്രാഫ് ഈയിടെ വളരെ വലുതായി അങ്ങ് കയറിപ്പോലും, ഒറ്റയടിക്ക് കുതിക്കുകയല്ലേ ചെയ്തു. അതെ, നമ്മളെപ്പോഴും പറയാറുണ്ട്, തരൂര് തിരുവനന്തപുരത്തെ MP എന്നുള്ള രീതിയിൽ ഞാൻ ഒക്കെ പരാജയമായിട്ട് കാണുന്നുള്ളൂ. അതെ, അദ്ദേഹം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ വേറൊന്നാണ്. അത് കൃത്യമായിട്ട് മോദി സർക്കാർ എവിടെ അതിനെ പ്രയോജനപ്പെടുത്തണോ അവിടെ അതിനെ അവർ ഫിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇനി അതാണ് തരൂര് പറഞ്ഞത്, ഞാൻ ഇനിയും തെരഞ്ഞെടുപ്പിൽ ഇല്ല. തരൂര് വേറെ ചില ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സംഭവം അതൊരു നിമിത്തമായി മാറി. അവിടെയാണ് നമ്മൾ ഈ ശ്രാവണിനെ പോലെയുള്ള കൊച്ചുകുട്ടികളുടെ സംഭാവന. എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ നരേന്ദ്രമോദി മൻ കി ബാത്ത് പോലെയുള്ള അദ്ദേഹത്തിന്റെ പ്രക്ഷേപണ പരിപാടികളിൽ ഇത് ഉൾപ്പെടുത്തും എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.